നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഓണവിശേഷം. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പൂവിളികളുമായി മലയാളികൾക്ക് വീണ്ടും ഒരു ഓണക്കാലം കൂടി. അത്തം പിറന്നതോടെ മലയാളി ഓണാവേശത്തിലേക്ക് കടന്നു. ഇനി തൊടികളിൽ പൂപറിച്ചും പൂക്കളം തീർത്തും പുതിയ പുടവകൾ അണിഞ്ഞും രുചിയറിഞ്ഞുമുള്ള ഓണനാളുകളായിരിക്കും. അത്തമ്പത്തിന് പൊന്നോണം എന്നാണ് ചൊല്ലെങ്കിലും ഇക്കുറി 11ാം നാളാണ് പൊന്നോണം. തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ വീടുകളിൽ പൂക്കളങ്ങൾ വിരിയുന്ന ഓണക്കാലത്തിന്റെ തിരക്കുകളിലേക്ക് നാട് ഉണർന്നു കഴിഞ്ഞു. വസ്ത്ര പൂവ വിപണികൾ ഇതോടകം തന്നെ സജീവമായി കഴിഞ്ഞു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വിപണിയിലേക്ക് പൂക്കൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തിരുവോണാഘോഷത്തിന് തുടക്കം കുറിച്ച് ഇന്ന് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിച്ചു. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2000-ഓളം കലാകാരന്മാരാണ് ഘോഷയാത്രയിൽ അണിനിരക്കുന്നത്. തനത് കലകളായ പുലിക്കളി, ചെണ്ടമേളം, തെയ്യം തുടങ്ങി വിവിധ കലാരൂപങ്ങൾ അണിനിരക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചയാണ് ഗുരുവായൂർ ചൊവ്വലൂർപ്പടി പെരിങ്ങരപ്പാടത്ത് ഇപ്പോൾ കാണാനാവുന്നത്. അഭിലാഷ് വിമിത ദമ്പതികളുടെ കഠിനാധ്വാനമാണ് ചുവപ്പും മഞ്ഞയും നിറങ്ങളിൽ പൂത്തുലഞ്ഞത്. 4 സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലായാണ് ഇത്തവണ കൃഷി വ്യാപിപ്പിച്ചിരിക്കുന്നത്. ആകെ 2500 തൈകളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 1250 തൈകൾ കൃഷിഭവനിൽ നിന്നും ബാക്കിയുള്ളവ സ്വകാര്യ നഴ്സറികളിൽ നിന്നുമാണ് വാങ്ങിയത്. ചാണകം, കപ്പലണ്ടി പിണ്ണാക്ക്, ശർക്കര തുടങ്ങിയ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് കൃഷി. പ്രകൃതിയോട് ചേർന്നുള്ള കൃഷിരീതിയുടെ ഫലമായി പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പാടം ഇപ്പോൾ നാട്ടുകാർക്കും കൗതുക കാഴ്ചയാണ്. കൃഷിക്കായി സ്വന്തം സ്ഥലമടക്കം വിട്ടു നൽകിയും ആവശ്യമായ പ്രോത്സാഹനം നൽകിയും വാർഡ് കൗൺസിലർ ജലീൽ പണിക്ക വീട്ടിൽ ഒപ്പമുണ്ടായിരുന്നുവെന്ന് അഭിലാഷും നിമിതയും പറയുന്നു. കഴിഞ്ഞ 3 വർഷമായി ഇരുവരും പൂക്കൃഷി നടത്തിവരുന്നുണ്ടെങ്കിലും ഇത്തവണയാണ് ആദ്യമായി കൃഷി വിപുലപ്പെടുന്നത്. 4 ഇടങ്ങളിലായി ആയിരക്കണക്കിന് തൈകൾ വളർത്തിയെടുത്തതോടെ ചെറിയൊരു സംരംഭം മനോഹരമായൊരു പൂപ്പാടമായി മാറിയിരിക്കുകയാണ്. പൂക്കളുടെ നിറവും പാടത്തിന്റെ വിസ്തൃതിയും ഒരുമിച്ചെത്തുമ്പോൾ ഗുരുവായൂരിലെ പെരിങ്ങരപ്പാടത്ത് ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്നത് ഒരു മിനി തമിഴ്നാട് പൂപ്പാടം തന്നെയാണെന്ന് പറയാം. അധ്വാനത്തിന്റെയും ജൈവ കൃഷിയോടുള്ള താല്പര്യത്തിന്റെയും മനോഹരമായ കാഴ്ചയാണ് അഭിലാഷിന്റെയും വിമിതയുടെയും പൂക്കൃഷി. തന്നെയാണ് പൂർണ്ണമായിട്ടും ചെയ്തിട്ടുള്ളത്. ഇതിനെന്നെ സംശയങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് യൂട്യൂബിലുള്ള ദിനേൽ സൗപനിക സാറിന്റെ ഗ്രൂപ്പില്, വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആയിട്ട് അവരാണ് എനിക്ക് ഇതിനെ കുറിച്ചുള്ള ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഈ കൃഷി ചെയ്യാൻ സ്ഥലം എനിക്ക് നമ്മുടെ വാർഡ് കൗൺസിലറായ ജലീലിക്ക് തന്നെയാണ് നമുക്ക് സ്ഥലം തന്നിട്ട് കൃഷി ചെയ്തോളാൻ പ്രോത്സാഹനം എനിക്ക് തന്നിട്ടുള്ളത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ വളരെയധികം നന്ദി പറയുന്നുണ്ട്. കേരള ലേബർ മൂവ്മെന്റ് കാരുണ്യസ്പർശം 2026 സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ KLM യൂണിറ്റിന്റെ 33ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി എളവള്ളി പഞ്ചായത്തിലെ നിർധന കുടുംബങ്ങളിലെ വിധവകൾക്കും കിടപ്പ് രോഗികൾക്കുമായുള്ള ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 23 ഞായറാഴ്ച ഉച്ചയ്ക്ക് വിതരണം ചെയ്യും. എളവള്ളി സെന്റ് ആന്റണീസ് പാരിഷ് ഹാളിൽ നടക്കുന്ന ചടങ്ങ് എമിരത്തൂസ് ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം നിർവഹിക്കും. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് ഓണക്കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിക്കും. രൂപത ഫൊറോന ഭാരവാഹികൾ പങ്കെടുക്കും. ചടങ്ങിന്റെ ഭാഗമായി ഇറക്കുന്ന സപ്ലിമെന്റ് പ്രകാശനം പാതുവ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ കൺവീനർ PI ഷാജുവിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് KM ആൻഡോ അധ്യക്ഷനായി. ബ്രദർ റോജൻ ചൊവ്വലൂർ, കൺവീനർ ലോഫി റാഫേൽ, CK ജോയ് എന്നിവർ സംസാരിച്ചു. CO ജോസ്, NA സണ്ണി എന്നിവർ നേതൃത്വം നൽകി. CITU കോർഡിനേഷൻ കൺവെൻഷൻ ചാവക്കാട് നഗരസഭ കോൺഫറൻസ് ഹാളിൽ ചേർന്നു. CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ പ്രസിഡന്റ് KM അലി, CPM ലോക്കൽ സെക്രട്ടറി PS അശോകൻ എന്നിവർ സംസാരിച്ചു. മുതിർന്ന CITU അംഗം TS ദാസൻ പതാക ഉയർത്തി. പ്രീജ ദേവദാസ് രക്തസാക്ഷി പ്രമേയവും CK തോമസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. പ്രവർത്തന റിപ്പോർട്ട് കൺവീനർ KC സുനിൽ അവതരിപ്പിച്ചു. വിവിധ ഘടക യൂണിയനുകളെ പ്രതിനിധീകരിച്ച് 20 അംഗ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. കൺവീനറായി KC സുനിൽ, ജോയിന്റ് കൺവീനറായി CK തോമസ് എന്നിവരെ തിരഞ്ഞെടുത്തു. KC സുനിൽ സ്വാഗതവും മുരളി നന്ദിയും പറഞ്ഞു. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച നാട്. വിവിധയിടങ്ങളിൽ പതാക ഉയർത്തലും മധുര വിതരണവും നടന്നു. വിശദാംശങ്ങളിലേക്ക്.
കുന്നംകുളം YMCAയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും ദേശാഭിമാന ഗാന മത്സരവും YMCA ഹാളിൽ വെച്ച് നടത്തി. പ്രസിഡന്റ് അബ്രഹാം ലിങ്കന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം 24 കേരള ബറ്റാലിയൻ NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ ജിഷ ബേബി, തൃശൂർ സബ് റീജിയൻ ചെയർമാൻ ജോബിൻസ് പീറ്റർ എന്നിവർ സംസാരിച്ചു. ദേശഭക്തിഗാന മത്സരത്തിൽ വെള്ളിത്തുരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ, കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ്, ചിറളയം ബദനി കോൺവെന്റ് എന്നീ സ്കൂളുകൾ യഥാക്രമം ആദ്യ 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വിജയികൾക്ക് YMCA പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ, സെക്രട്ടറി ജോഷി തരകൻ എന്നിവർ ചേർന്ന് ട്രോഫികൾ സമ്മാനിച്ചു. റിലീജിയസ് കൺവീനർ CS ജീസൺ പ്രാർത്ഥന നിർവഹിച്ചു. ജോഷി തരകൻ സ്വാഗതവും യുവതാ കൺവീനർ സാംസി തോമസ് നന്ദിയും പറഞ്ഞു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാനേജർ ഫാദർ സ്കറിയ OIC പതാക ഉയർത്തി. പ്രിൻസിപ്പൽ M രാംദാസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ PV അലൻ ആശംസയറിയിച്ചു. സ്കൂൾ ലീഡർ അക്വീന ലിയാഷ കൊള്ളനൂർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജിനിഷ ജോൺ നന്ദിയും പറഞ്ഞു. സ്കൂളിലെ സ്കൗട്ട്, ഗൈഡ്, റെഡ് ക്രോസ് വിദ്യാർത്ഥികളും മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. അധ്യാപകരായ അലൻ ജോൺ, നീതു ബിനീഷ്, റിൻസി ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. പയ്യൂർക്കാവ് ഭാരത് ആർമി ഫാൻ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. പയ്യൂർക്കാവ് ഗ്രാമത്തിലെ മുത്തശ്ശി മണ്ണാടത്തിൽ ജാനകിയമ്മ അമർ ജവാൻ സ്മൃതി മണ്ഡപത്തിൽ ദേശീയ പതാക ഉയർത്തി. റിട്ടയർഡ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥൻ വിജയൻ പുളിയാശ്ശേരി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കാർത്തിയാനി ടീച്ചർ മണ്ണാടത്തിൽ ജാനകിയമ്മയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഭാരത് ആർമി ഫാൻസ് രക്ഷാധികാരി സുരേഷ് കൃഷ്ണ, കോർഡിനേറ്റർ കൺവീനർ K സുരേഷ് കുമാർ തുടങ്ങിയവരും മറ്റ് അംഗങ്ങൾ നേതൃത്വം നൽകി. നിരവധി പേർ പങ്കെടുത്തു. പന്നിത്തടം INTUC ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ യൂണിയൻ പ്രസിഡന്റ് ഷറഫു പന്നിത്തടം പതാക ഉയർത്തി. സെക്രട്ടറി അക്ബർ അലി, വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, ലീഡർ ഷൈജൻ, പൂൾ ലീഡർമാരായ AC ജോസ്, സുബിൻ, രക്ഷാധികാരികളായ MP സിജോ, പ്രകാശൻ എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കടങ്ങോട് മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ സ്വാതന്ത്ര്യ സമരസേനാനി പുതിയ മാത്തൂർ ശങ്കരൻ പണിക്കരുടെ മകൻ KM സത്യൻ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, മെമ്പർമാരായ സൈബുനിസ ഷറഫു, അശോകൻ വെള്ളത്തേരി, മുൻ മെമ്പർ ജോളി തോമസ്, INTUC മണ്ഡലം പ്രസിഡന്റ് KM സുഭാഷ്, യൂണിയൻ രക്ഷാധികാരി MP സിജോ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി ബാലകൃഷ്ണൻ കടങ്ങോട് സ്വാഗതവും സെക്രട്ടറി ഹുസൈൻ കടങ്ങോട് നന്ദിയും പറഞ്ഞു. വടക്കേകാട് ഗ്രാമപഞ്ചായത്തിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഗ്രാമസഭ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് NMK നബീൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ ബിനോജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജയകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീജ മൊയ്തുണ്ണി, മറ്റ് മെമ്പർമാർ, CDS ചെയർപേഴ്സൺ, കുടുംബശ്രീ അംഗങ്ങൾ, അസിസ്റ്റന്റ് സെക്രട്ടറി, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വനിതാ ശിശുവികസന മന്ത്രാലയം പോഷകാഹാരം പ്രോത്സാഹിപ്പിക്കൽ, ജലസംരക്ഷണവും ആവശ്യകതാ മാനേജ്മെന്റ്, സ്വച്ഛ് ഭാരത മിഷൻ എന്നീ അജണ്ടകൾ യോഗത്തിൽ ചർച്ച ചെയ്തു. അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രെഡി KS യോഗത്തിന് നന്ദി പറഞ്ഞു. BJP തൃശൂർ നോർത്ത് ജില്ലയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി മണ്ഡലത്തിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര നടത്തി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നാരംഭിച്ച യാത്ര കടങ്ങോട് റോഡിൽ അവസാനിച്ചു. ജില്ലാധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പതാകവാഹകയായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അനീഷ് മാസ്റ്റർ, KS രാജേഷ്, വിപിൻ കൂടിയിടത്ത്, സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, സംസ്ഥാന സമിതി അംഗം E ചന്ദ്രൻ എന്നിവരും നിരവധി ജില്ലാ മണ്ഡല ഭാരവാഹികളും പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. സമാപന സമ്മേളനത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി നന്ദി പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറക്കൽ കാട്ടകമ്പൽ യൂണിറ്റ് പ്രസിഡന്റ് സോണി സക്കറിയ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ജനറൽ സെക്രട്ടറി മോൺസൺ PI, ട്രഷറർ അനിൽ P മാത്യു, ജോയിന്റ് സെക്രട്ടറി സ്കറിയാച്ചൻ PM, ജില്ലാ കൗൺസിൽ മെമ്പർ MV വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി മെമ്പർമാർ നേതൃത്വം നൽകി. മർച്ചന്റ്സ് അസോസിയേഷൻ ആൽത്തറ പുന്നീർകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആൽത്തറ വ്യാപാര ഭവന്റെ മുന്നിൽ നടത്തിയ പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ ദേശീയ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി IK സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭരണസമിതി മെമ്പർ MV ജോസ്, ട്രഷറർ VK അബ്ദുൾ ഷുക്കൂർ എന്നിവർ അനുസ്മരണം നടത്തി. സെക്രട്ടറിമാരായ VG ബാലകൃഷ്ണൻ സ്വാഗതവും ഷുക്കൂർ കോറോത്തയിൽ നന്ദിയും പറഞ്ഞു. മധുര വിതരണവുമുണ്ടായി. ഓഫീസ് സെക്രട്ടറി C വാസുദേവൻ നേതൃത്വം നൽകി. കാട്ടക്കമ്പൽ YMCAയിൽ YMCA പ്രസിഡന്റ് അനിൽ P മാത്യു പതാക ഉയർത്തി. സെക്രട്ടറി സരിൻ സാക്സൺ, ട്രഷറർ NMB മാസ്റ്റർ, സോണിയ സഖറിയ, മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. ദേശീയ ഗാനാലാപനവും മധുര വിതരണവും ഉണ്ടായിരുന്നു.
കാട്ടക്കാമ്പൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസിന്റെ സഹകരണത്തോടെ സ്വാതന്ത്ര്യദിന റാലിയും ചിറക്കൽ സെന്ററിൽ പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ AV പ്രശാന്ത് മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശൈലജ അരുൺദാസ്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MA അബ്ദുൾ റഷീദ്, കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് സോണിയ സക്കറിയ, ജസ്റ്റിൻ പഴഞ്ഞി തുടങ്ങിയവർ പ്രസംഗിച്ചു. പഴഞ്ഞിയിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ വിദ്യാർത്ഥികളടക്കം 1000-ലധികം ആളുകളാണ് പങ്കെടുത്തത്. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർ, കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ മധുവിന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്തെ പോലീസ് സേനയും റാലിയിൽ അനുഗമിച്ചു. പഴഞ്ഞി മാർ ബസേലിയോ സ്കൂളിലെ കുരുന്ന് വിദ്യാർത്ഥികളുടെ ബാൻഡ്മേളവും സ്കേറ്റിംഗ്, കലാരൂപങ്ങൾ, പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പരേഡുകൾ എന്നിവ റാലിക്ക് മാറ്റുകൂട്ടി. അന്തിക്കാട് മസ്ജിദ് കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങിൽ മഹല്ല് പ്രസിഡന്റ് അബ്ദുൾ നാസർ പതിപ്പറമ്പത്ത്, സെക്രട്ടറി KK അബ്ദുൾ സലാം എന്നിവർ ചേർന്ന് ദേശീയ പതാക ഉയർത്തി. മഹല്ല് ഖതീബ് തൗഫീഖ് സഖാഫി കാരേക്കാട് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഷഫീർ ഫാദിലി, VP യൂസഫ് മുസ്ലിയാർ, PH സയ്യിദ്, മുഹമ്മദ് ഷബീബ് എന്നിവർ നേതൃത്വം നൽകി. അണ്ടത്തോട് CH കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷംസീറ പതാക ഉയർത്തി. സമിതി പ്രസിഡന്റ് CM ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ഹുസൈൻ വേലിയകത്ത് പ്രതിജ്ഞയും ഉസ്മാൻ ചോലയിൽ സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി. V മൈൻകുട്ടി, AK മൊയ്തുണ്ണി, അഷ്റഫ് ചാലിൽ, TK സുലൈമാൻ, CB റഷീദ് മൗലവി, മുഹമ്മദ് കളത്തിങ്ങൽ, KH ഹനീഫ തുടങ്ങിയവർ പങ്കെടുത്തു. AK മുക്താർ സ്വാഗതവും CU ഷക്കീർ നന്ദിയും പറഞ്ഞു. ആദൂർ മഹാത്മാ ലോവർ പ്രൈമറി സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. PTA പ്രസിഡന്റ് രന്യ അധ്യക്ഷത വഹിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനില ജോസഫ് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുന്നതിനും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുന്നതിനും വരും തലമുറ മുന്നോട്ട് വരണമെന്നും അവർ പറഞ്ഞു. ചടങ്ങിൽ സ്കൂൾ മാനേജർ PK വിനയകുമാർ, PTA വൈസ് പ്രസിഡന്റ് നാസിമ സക്കീർ, മാതൃസംഘം പ്രസിഡന്റ് വിന്യ ജയൻ, പൊതുപ്രവർത്തകനായ PT ഗോപി മാസ്റ്റർ, മുൻ പ്രധാനാധ്യാപിക ഗീത ടീച്ചർ, സ്കൂൾ ലീഡർ സമാൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. LSS സ്കോളർഷിപ്പ് നേടിയ മുഹമ്മദ് സൈഫ്വാൻ, ഫലാഹ് KM എന്നീ വിദ്യാർത്ഥികളെയും മികച്ച പരിശീലനം നൽകിയ അധ്യാപകരെയും PK എഴുത്തച്ഛൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഉപഹാരം നൽകി അനുമോദിച്ചു. സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും മധുര പലഹാര വിതരണവും നടത്തി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളുണ്ടായി. പരിപാടിക്ക് സ്കൂൾ ഹെഡ്മിസ്ട്രസ് KP ദീപ്തി ടീച്ചർ സ്വാഗതവും അക്ബർ ഫൈസൽ നന്ദിയും പറഞ്ഞു. യുവതരംഗം കലാകായിക സാംസ്കാരിക വേദിയും തയ്യൂർ ഗ്രന്ഥശാലയുടെയും ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. യുവതരംഗം വായനശാല പ്രസിഡന്റ് രാജീവൻ KR അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സുബേദാർ AV ബാബു പതാക ഉയർത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മഞ്ജു ടീച്ചർ, വായനശാല രക്ഷാധികാരി 7ാം വാർഡ് മെമ്പർ ഷൈനി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി വിൻസെന്റ് AL സ്വാഗതം പറഞ്ഞു. വിശിഷ്ട വ്യക്തികളെ ആദരിച്ച് വൈസ് പ്രസിഡന്റ് രഞ്ജു തോമസ് നന്ദി പറഞ്ഞു. പായസ വിതരണവും ഉണ്ടായി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സ്കറിയ OIC ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി എന്നിവർ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്ന് സംസാരിച്ചു. ദേശീയ പതാകയുടെ ത്രിവർണ്ണ നിറങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കുചേർന്നു. ദേശസ്നേഹവും ഐക്യബോധവും വളർത്തിയെടുക്കണമെന്ന സന്ദേശത്തോടെ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷം വിദ്യാർത്ഥികൾക്ക് അവിസ്മരണീയമായ അനുഭവമായി. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.